ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ചിന്നുവിന്റെ മുടി ചീകി കൊടുക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഫോട്ടോയുമായി ബന്ധപ്പെട്ട എല്ലാ തെറ്റിദ്ധാരണകളും മാറിയ സ്ഥിതിക്ക് JK അങ്കിളിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ അർച്ചന മോളോട് ആവശ്യപ്പെടുന്നുണ്ട്. കുറച്ചു ദിവസമായി മോശമായി പെരുമാറിയതിന് ഒരു സോറി പറയുന്നതാണ് മര്യാദ എന്നും അർച്ചന ചിന്നുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ തന്നെ അലട്ടുന്ന മറ്റൊരു വലിയ പ്രശ്നമുണ്ടെന്ന് ചിന്നു ആ സമയത്ത് വെളിപ്പെടുത്തുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് തനിക്ക് അയാളോട് വെറുപ്പ് തോന്നിയതെന്നും അത്രയും മോശം കാര്യമായതിനാലാണ് ഇതുവരെ അമ്മയോട് പറയാതിരുന്നതെന്നും ചിന്നു അർച്ചനയോട് വ്യക്തമാക്കുന്നു. ഇത് കേട്ട് അർച്ചന ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് ചിന്നുവാണെങ്കിൽ അന്ന് JKയുടെ വീട്ടിൽ വെച്ചുണ്ടായ ദുരനുഭവം അർച്ചനയോട് തുറന്നു പറയുന്നു. അങ്കിളിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ കണ്ട രൂപം JK അങ്കിളുടെ തന്നെയായിരുന്നു എന്ന് ചിന്നു ഉറപ്പിച്ചു പറയുന്നു. അയാളുടെ ഹെയർ സ്റ്റൈൽ തന്നെയാണ് താൻ അന്ന് കണ്ടതെന്ന് അവൾ ഓർക്കുന്നു. എന്നാൽ JKയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ തങ്ങൾ നേർക്കുനേർ കണ്ടില്ലെന്നും ആ ഹെയർ സ്റ്റൈൽ കണ്ടാണ് താൻ മനസ്സിലാക്കിയതെന്നും ചിന്നു പറയുന്നു. കൂടാതെ ഇത് കഴിഞ്ഞ മാസം 27-ാം തീയതി ഉച്ചയ്ക്കാണ് നടന്നെന്ന് ചിന്നു പറഞ്ഞപ്പോൾ അർച്ചനയാകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം അന്ന് ഇതേ സമയത്ത് JK അർച്ചനയുടെ കൂടെ ഉണ്ടായിരുന്നു. ശില്പയുടെ വീട്ടിൽ പോലീസുമായി പോയത് അതേ ദിവസമായിരുന്നുവെന്ന് അർച്ചന വെളിപ്പെടുത്തുന്നതോടെ ചിന്നുവും ആകെ അത്ഭുതപ്പെടുന്നുണ്ട്. ശേഷം അർച്ചന വീണ്ടും ചിന്നുവിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അന്ന് ആ സമയത്ത് JK തന്റെ കൂടെയായിരുന്നുവെന്നും അതുകൊണ്ട് ചിന്നുവിനെ ഉപദ്രവിക്കാൻ നോക്കിയത് JK അല്ലെന്നും അർച്ചന ഉറപ്പിച്ചു തന്നെ പറയുകയാണ് ചിന്നുവിനോട്. ചിന്നുവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി JKയുടെ അതേ ഹെയർ സ്റ്റൈലിൽ മറ്റാരെയോ വേഷം കെട്ടിച്ചതാണ്. ഫോട്ടോയിൽ തിരിമറി നടത്തിയവർ തന്നെയാണ് ഈ ചതിക്ക് പിന്നിലെന്നും അർച്ചന മനസ്സിലാക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ചിന്നു ആകട്ടെ ഇപ്പൊ തന്നെ ചന്ദ്രാന്റിയോടും അച്ഛനോടും ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഭാവിക്കുകയാണ്. എന്നാൽ അർച്ചന ചിന്നുവിനെ തടയുകയാണ്. ഇപ്പൊ ചോദിക്കേണ്ടതില്ലെന്നും ചന്ദ്രയും മഞ്ജുവിനെയും ഒരുമിച്ച് നിർത്തി ചോദിക്കാൻ പറ്റിയ അവസരത്തിനായി കാത്തിരിക്കാമെന്നും അർച്ചന പറയുന്നു. പിന്നീട് അടുത്ത സീനിൽ മഞ്ജുവിനെ അനന്തൻ ഫോണിൽ വിളിക്കുകയാണ്. മഞ്ജു വളരെ സന്തോഷത്തോടെ താൻ അമ്പാട്ട് വീട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അനന്തന് ദേഷ്യം വരുന്നു. അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ താൻ പറഞ്ഞ കാര്യം അനന്തൻ ഓർമ്മിപ്പിക്കുന്നു. താൻ വരുമ്പോഴേക്കും അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ തന്റെ യഥാർത്ഥ സ്വഭാവം അറിയുമെന്ന് പറഞ്ഞാണ് അനന്തൻ ഫോൺ കട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതോടെ പേടിച്ചു പോയ മഞ്ജു ആകട്ടെ ഇനി ഇവിടെ തുടരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരാളെ പറ്റിയേ പറ്റൂ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതിനുശേഷം ചന്ദ്രാന്റി എന്തിനാണ് അമ്മയെ ഇങ്ങനെ ശത്രുവായി കാണുന്നതെന്ന് ചിന്നു ചോദിക്കുകയാണ്. അത് തങ്ങൾ ഒരുമിച്ച് താമസിച്ച കാലം മുതൽക്കേ ചന്ദ്രയുടെ സ്വഭാവം ഇതാണെന്ന് അർച്ചന പറയുന്നു. അങ്ങനെയാണെങ്കിൽ മഞ്ജു ആന്റി എന്തിനാണ് വീട്ടിലിരുന്ന് പാര വെക്കുന്നതെന്ന് ചിന്നു വീണ്ടും ചോദിച്ചപ്പോൾ നമ്മുടെ വീട്ടിലെ വിവരങ്ങൾ ചോർത്തി നൽകുന്നതിന് മഞ്ജുവിന് പ്രതിഫലം നൽകുന്നുണ്ടെന്ന് അർച്ചന വെളിപ്പെടുത്തുന്നു. കൂടാതെ ചന്ദ്ര ഇത്രയും വഷളാകാൻ കാരണം തുടക്കത്തിൽ തന്നെ വിജയശങ്കർ അവളെ തിരുത്താതിരുന്നതാണെന്നും അർച്ചന പറയുന്നുണ്ട്. അതിനുശേഷം വിജയശങ്കർ സിറ്റൗട്ടിൽ നിൽക്കുമ്പോൾ ചന്ദ്ര ചായയുമായി വരുന്നു. ടൗണിലെ വക്കീൽ ഓഫീസ് വീട്ടിലേക്ക് മാറ്റിക്കൂടെ എന്ന് ചന്ദ്ര ചോദിച്ചെങ്കിലും വിജയശങ്കർ അതിന് സമ്മതിക്കുന്നില്ല. ആ സമയത്താണ് ചിന്നു 2 ഫോട്ടോകളുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അച്ഛന് ഒരു ഫോട്ടോ കാണിക്കാനുണ്ടെന്ന് ചിന്നു പറയുമ്പോൾ ചന്ദ്ര ആകെ പേടിച്ചു പോവുകയാണ്. ഏതായാലും ചിന്നു കാണിച്ച ആദ്യത്തെ ഫോട്ടോ കണ്ട് വിജയശങ്കർ അതിനെ പുകഴ്ത്തുന്നു. എന്നാൽ ചിന്നു 2ാമത്തെ ഫോട്ടോ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. 2ാമത്തെ ഫോട്ടോ തികച്ചും വ്യത്യസ്തമാണെന്നും അതിൽ റൊമാൻസ് ആണെന്നും വിജയശങ്കർ പറയുന്നു. ഇതൊക്കെ കേട്ട് ചന്ദ്രയാണെങ്കിലോ ഭയന്ന് മറിച്ച് നിൽക്കുന്നു. തന്റെ കയ്യിൽ എങ്ങനെയാണ് ഫോട്ടോ മാറി വന്നതെന്ന് അറിയില്ലെന്ന് ചിന്നു പറയുമ്പോൾ ഇത് ഫോട്ടോ മാറിയതല്ല, ആരോ മനഃപൂർവ്വം മാറ്റിയതാണെന്ന് വിജയശങ്കർ പറയുകയാണ്. ചന്ദ്ര അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിജയശങ്കർ ചോദിക്കുമ്പോൾ അടുക്കളയിൽ പൂച്ചയുടെ ശബ്ദം കേട്ടതാണെന്ന് പറഞ്ഞ് ചന്ദ്ര തടി വരുന്നു. ഇത് കണ്ട് ചിന്നു അച്ഛനോട് പറയുകയാണ്, അതെ അച്ഛ, ഇവിടെ ഒരു കള്ളിപ്പൂച്ച കറങ്ങി നടക്കുന്നുണ്ടെന്ന് പരിഹാസത്തോടെ പറയുകയാണ് ചന്ദ്രയെ ഉദ്ദേശിച്ച്. ചന്ദ്രയ്ക്ക് അത് വലിയ നാണക്കേടാവുന്നു. അടുത്തതായി രാത്രിയിൽ രമ്യയും രുക്കുവും ഭക്ഷണം കഴിക്കുമ്പോൾ മഞ്ജു അങ്ങോട്ട് വരുന്നു. തനിക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തിട്ടില്ലെന്ന് രമ്യ പറയുന്നതോടെ മഞ്ജുവിന് ദേഷ്യം വരികയാണ്. അതേസമയം ഗോതമ്പ് പൊടി എടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാൻ രമ്യ പറഞ്ഞപ്പോൾ മഞ്ജു അത് നിരസിക്കുന്നു. അനന്തേട്ടൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് രമ്യയെ വിളിച്ചു പറഞ്ഞിട്ടും തന്നെ വിളിക്കാതിരുന്നതിൽ മഞ്ജുവിന് അപമാനം തോന്നുകയാണ്. അനന്തനുമായി എന്തോ പ്രശ്നമുണ്ടല്ലേ എന്ന് രുക്ക് ചോദിക്കുന്നതോടെ മഞ്ജു പിന്നെ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയ മഞ്ജു ആകെ തളർന്നു പോവുകയാണ്. വഴക്കിട്ട കാര്യം എല്ലാവരും അറിഞ്ഞാൽ താൻ ഒറ്റപ്പെടുമെന്നും അനന്തൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും മഞ്ജു ഭയക്കുന്നു. പെരുവഴിയിലായി നാണം കെട്ട് ജീവിക്കാൻ തനിക്കാവില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയാണ്. എന്നാൽ വെറുതെ മരിക്കില്ലെന്നും എല്ലാവർക്കും പണി കിടക്കുമെന്നും ഉറപ്പിച്ച് അവൾ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതുകയാണ്. എന്റെ മരണത്തിന് ഭർത്താവും വീട്ടുകാരും മാത്രമാണ് ഉത്തരവാദികൾ എന്ന് എഴുതി വെച്ച ശേഷം മഞ്ജു ഒരു സാരി ഫാനിൽ കെട്ടി മരിക്കാനൊരുങ്ങുന്നു. ആ സമയത്ത് പുറത്ത് രമ്യയും രുക്കവും ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു. ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ച മഞ്ജു പെട്ടെന്ന് അങ്ങനെ കട്ടിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ശബ്ദം കേട്ട് രമ്യയും രുക്കും ഓടിയെത്തി അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്നും എന്നാൽ പേടി കാരണം സാരി ഫാനിൽ ശരിക്കും മുറുകാതെ കാല് പഴുത്തി താഴെ വീണൊടിഞ്ഞതെന്നും മഞ്ജു കരഞ്ഞുകൊണ്ട് പറയുന്നു. പിന്നീട് അടുത്ത രംഗത്തിൽ അർച്ചന ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്നു അങ്ങോട്ട് വരികയാണ്.
ജെ കെ അങ്കിളിനെ വിളിച്ച് സംസാരിക്കാൻ തനിക്ക് മടിയാണെന്നും അമ്മ ആദ്യം വിളിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയ ശേഷം ഫോൺ തരാമോ എന്നും ചിന്നു ചോദിക്കുകയാണ്. അർച്ചന അങ്ങനെ ജെ കെയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തത് മധുബാലയായിരുന്നു. ഇത് കേട്ട് അർച്ചന ഒന്ന് ഞെട്ടിയെങ്കിലും താൻ അർച്ചനയാണെന്നും ജെ കെയോട് സംസാരിക്കണമെന്നും പറയുന്നു. മധുബാല ഫോൺ ജെ കെക്ക് കൈമാറി അവിടെ നിന്ന് മാറുന്നു. കാര്യമന്വേഷിച്ച ജെ കെയോട് തനിക്കല്ല ചിന്നുവിനാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ ചിന്നുവിന് നൽകുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിന്നുവിന്റെ ശബ്ദം കേട്ട ജെ കെ ആകട്ടെ അവളോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയ ചിന്നു ആകട്ടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ തെറ്റിദ്ധാരണകളും തുറന്നു പറഞ്ഞ് ജെ കെയോട് ക്ഷമ ചോദിക്കുന്നു. എല്ലാം കേട്ട് ജെ കെയും അത്ഭുതപ്പെടുന്നു. ഒരു വലിയ സാഹിത്യകാരനായ അങ്കിളിനെ തെറ്റിദ്ധരിച്ചതിൽ സങ്കടമുണ്ടെന്ന് ചിന്നു പറയുമ്പോൾ ജെ കെ അവളെ ആശ്വസിപ്പിക്കുകയാണ്. സമൂഹത്തിൽ മോശം ചിന്താഗതിയുള്ള ആളുകളുണ്ടെന്നും അവരിൽ നിന്ന് അകലം പാലിക്കുകയാണ് വേണ്ടതെന്നും ജെ കെ ചിന്നുവിന് പറഞ്ഞു കൊടുക്കുന്നു. ചതി ചെയ്തവർ ആരായാലും നമ്മളിതൊക്കെ അറിഞ്ഞു എന്ന് അവർ മനസ്സിലാക്കണമെന്നും ജെ കെ ഓർമ്മിപ്പിക്കുന്നു. ചിന്നുവിനോട് തനിക്ക് യാതൊരു പിണക്കവുമില്ലെന്ന് പറയുന്നതോടെ ചിന്നുവിന് സമാധാനമാവുകയാണ്. ചിന്നു പിന്നെ ഫോൺ അർച്ചനയ്ക്ക് കൈമാറുന്നു. എന്തൊക്കെയാണ് അർച്ചന ചുറ്റും നടക്കുന്നതെന്ന് ജെ കെ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ വൈകിയാണെങ്കിലും സത്യം പുറത്തു വന്നല്ലോ എന്ന് അർച്ചന ആശ്വസിക്കുന്നു. താൻ വിളിച്ചപ്പോൾ മധുബാലയാണ് ഫോൺ എടുത്തതെന്നും അതുകൊണ്ട് താൻ ആകെ പേടിച്ചു പോയെന്നും അർച്ചന പറയുമ്പോൾ ജെ കെ ഫോണിലൂടെ ചിരിക്കുകയാണ്. അങ്ങനെ ഇരുവരുടെയും ഈ സംഭാഷണത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്